ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ സീറോ മലബാർ സഭ വക്താവ് അദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് നാളുകളായി JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്. ഇന്ന് ഒന്നുമില്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോകുന്ന രീതിയിൽ അതെല്ലാം ഞങ്ങൾ നടത്തി എന്ന് പറയുന്ന ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന രീതിയിൽ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു റിപ്പോർട്ടിനെ ഈ രീതിയിൽ തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് മാറി എന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങേക്ക് അതിന് തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെ വിചിത്രമായിട്ടുള്ള പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മുഖ്യമന്ത്രിയുടേതായിട്ടും സർക്കാരിൻ്റെതായിട്ടും JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. 2023 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് മെയ് മാസം 23 2020 നവംബർ മാസം 5 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത JB കോശി കമ്മീഷൻ 2023 മെയ് 23 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഏകദേശം 3 വർഷമായിട്ടും ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടാൻ പോലും സർക്കാർ അതൊന്ന് പ്രസിദ്ധീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. 3 തവണ നമ്മൾ RTI കൊടുത്ത് കത്തോലിക്ക കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടതാണ്. അത് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നറിയാൻ താല്പര്യം. അത് മന്ത്രിസഭയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് RTIകൾ നിഷേധിക്കുകയായിരുന്നു. ഇതിങ്ങനെ തുടർന്ന് പോന്നപ്പോൾ ഹൈക്കോടതിയിൽ വരെ നമ്മൾ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് നിലനിൽക്കുകയാണ്. ഈ സമയത്താണ് ഒരു സുപ്രഭാതത്തില് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് വരുന്നത്, ഈ JB കോശി കമ്മീഷനിലെ 284 ശുപാർശകളും 45 ഉപശുപാർശകളും അടങ്ങുന്ന 329 ശുപാർശകളിൽ ഏകദേശം 220 എണ്ണവും കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ സമുദായത്തെ ഒരു പരിധിവരെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് മുഖ്യമന്ത്രി നടത്തിയത്. കാരണം ഇദ്ദേഹം പറയുന്നത് ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും അടങ്ങുന്ന ഈ റിപ്പോർട്ട് 17 മന്ത്രാലയങ്ങൾക്ക് നൽകിയെന്നും അവ പഠിച്ച് അത് 220 തവണ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ 66% നടപ്പാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണ്. അവരിത് അറിഞ്ഞിട്ടുമില്ല. അവരിൽ ആരും ഇത് അറിയുന്നില്ല. അതിന്റെ സംവിധാനങ്ങൾ അറിയുന്നില്ല. KCBC അറിയുന്നില്ല. എഡ്യൂക്കേഷൻ മാനേജ്മെന്റുകൾ അറിയുന്നില്ല. ഇനി അതല്ലെങ്കിൽ സംഘടനകൾ അറിയുന്നില്ല. കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ അറിയുന്നില്ല. ഇവരൊന്നും അറിയാതെ മുഖ്യമന്ത്രി നടപ്പാക്കി എന്ന് പറയുമ്പോൾ വളരെ വിചിത്രമാണ്. 2026 ഏറ്റവും വലിയ ഒരു തമാശയായിട്ട് മാത്രമേ അതിനെ കാണാനായിട്ട് കഴിയൂ എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇതേപോലെ ഒരു റിപ്പോർട്ട് 2006 സർക്കാർ കമ്മിറ്റിയെ തുടർന്ന് 2007 വന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പഠന കമ്മിറ്റി പഠന കമ്മിറ്റി സമർപ്പിച്ചിരുന്നല്ലോ. അത് 2008 സമർപ്പിച്ചത്. 2007 പാലോളി പഠന കമ്മിറ്റി വന്നു, 2008 സമർപ്പണം നടത്തി. ആ സമർപ്പിച്ച റിപ്പോർട്ട് 6 മാസത്തിനകം അതിന്റെ ആദ്യ ഭാഗങ്ങള് ശുപാർശകൾ നടപ്പിലാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൈനോറിറ്റി സ്കോളർഷിപ്പ് വിഷയത്തില്, മൈനോറിറ്റി വെൽഫെയർ സ്ഥാപനങ്ങളുടെ ശക്തിപ്പെടുത്തലില്, ബജറ്റില് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതില് അതേ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ വളരെ ശുഷ്കാന്തിയോടെ ഇടപെട്ടു. നല്ല കാര്യം, അത് ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിലെ മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന 60%-ലധികം ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ പഠന റിപ്പോർട്ട്, അതൊരു ജുഡീഷ്യറി, ഔദ്യോഗികമായ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയാണ്, അത് ഒരു ഭരണഘടനാ കമ്മിറ്റിയാണ് അത് അന്വേഷിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടിയുള്ളതാണ്. അവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, ക്ഷേമ സാഹചര്യങ്ങൾ പഠിച്ചു നൽകിയ റിപ്പോർട്ടാണ്. 6 ലക്ഷത്തോളം പരാതികളുടെയും ആക്ഷേപങ്ങളുടെയും പഠന റിപ്പോർട്ടുകളുടെയും ഡാറ്റയുടെയും എല്ലാം പിൻബലത്തോടെ തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടാണ്. പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേവലം 600-ൽ താഴെ പരാതികളെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പഠന കമ്മിറ്റിക്ക്. പക്ഷെ ഈ ജുഡീഷ്യൽ കമ്മിറ്റിക്ക് 6 ലക്ഷത്തിനടുത്ത് പരാതികളും റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളും റിസർച്ച് പേപ്പറുകളും അടക്കം കിട്ടി. അത് വെച്ചുണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, അത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള റിപ്പോർട്ട്, അവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, ക്ഷേമ മേഖലകളിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൊടുത്തിട്ട് ആ മേഖലകളിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാതെ, ആ രേഖകളൊന്ന് പുറത്തുവിടുക പോലും ചെയ്യാതെ, ആ രേഖകൾ പുറത്തുവിടാതെ അതെല്ലാം നടപ്പാക്കി, അതിൽ 66% നടപ്പാക്കി എന്ന് പറയുകയും RTI പോലും കൊടുക്കുമെന്ന് നിഷേധിക്കുകയും ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയും ചെയ്ത ഒരു സംവിധാനത്തെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അകത്ത് കാണാൻ കഴിയുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ്.
പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതൊരു സ്റ്റഡി കമ്മിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ഔദ്യോഗിക ജുഡീഷ്യൽ കമ്മിറ്റിയാണ്. അത് ഒരു പഠന കമ്മിറ്റി ആയിരുന്നെങ്കിൽ ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റിയാണ്. അത് സർക്കാർ കമ്മീഷൻ നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റഡി കമ്മിറ്റിയാണ്. എന്നാൽ ഇത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ കൃത്യമായ പഠനത്തിന് വേണ്ടി തയ്യാറാക്കിയ കമ്മിറ്റിയാണ്. അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യുകയും അടിയന്തരമായി എക്സിക്യൂട്ട് ചെയ്യുകയും ബജറ്റിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു. നിയമസഭയിൽ ചോദ്യങ്ങൾ ഉണ്ടായി. ആ ചോദ്യത്തിന്റെ മറുപടികൾ ലഭ്യമായി. ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് 3 വർഷമായിട്ട് അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ പോലും സർക്കാർ സന്നദ്ധമായിട്ടില്ല, പുറത്തുവിടാൻ പോലും സന്നദ്ധമായിട്ടില്ല. എന്നിട്ട് അത് നടപ്പാക്കിയെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആരെ കബളിപ്പിക്കാനാണ്? എന്നിട്ട് ഫെബ്രുവരി 6-ാം തീയതി വീണ്ടും ഈ സമുദായത്തിലെ തൽപരരായിട്ടുള്ള ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി ചർച്ചയ്ക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുമ്പം ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികളുമായി മന്ത്രിതലത്തിൽ ചർച്ചയുണ്ടായി, സാമൂഹ്യ മത നേതാക്കളുമായിട്ട് ചർച്ചയുണ്ടായി, വിദ്യാഭ്യാസ ട്രസ്റ്റുകളുമായിട്ട് സംഘടനകളുമായിട്ട് ചർച്ച നടത്തി, അതുപോലെ തന്നെ സമസ്ത മുജാഹിദ് പോലുള്ള സംവിധാനങ്ങൾ ചർച്ച നടത്തി, മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തി. ഇതൊക്കെ നടത്തിയിട്ടാണ് മന്ത്രിതലത്തിൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കിയത്. ഇവിടെ ഈ സമുദായത്തിന്റെ സംഘടനയുണ്ട്, സമുദായത്തിൽ KCBC ഉണ്ട്, സമുദായത്തിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റുകളുണ്ട്. വളരെ ഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഗവൺമെന്റ് ശമ്പളം കൊടുക്കാത്ത കാലത്ത് മുതൽ നടത്തിക്കൊണ്ടുപോയി ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലും കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഇത്രമാത്രം ആക്ഷേപിക്കാൻ കഴിയുക എന്നുള്ളത് അല്പം നമ്മൾ വാർത്ത കാര്യമാണ്. മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ബിരിയാണി വിളമ്പിയിരുന്നു സദ്യക്കെന്ന് പറയുകയും, പക്ഷെ ഞങ്ങൾ അവരെ വിളിച്ചിട്ടില്ല സദ്യക്കെന്ന് പറയുകയും ചെയ്യുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഇത്. ഏത് നടപ്പാക്കിയെന്ന് പറയുകയും 6-ാം തീയതി ഇനി അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി വിളിക്കുകയാണ്, ഞങ്ങൾ ഇന്നതൊക്കെയാണ് നടപ്പാക്കിയെന്ന് പറയാൻ. ഈ രീതിയിലാണോ ഒരു പഠന റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ ഗവൺമെന്റ് ഗൗരവത്തിൽ കാണേണ്ടത്? ഈ സമുദായത്തെ വാസ്തവത്തിൽ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. അതിന് ശക്തമായ പ്രതിഷേധം ഈ സമുദായത്തിലെ മുകൾ തലത്ത് മുതൽ താഴെ തട്ട് വരെയുള്ള മുഴുവൻ സമൂഹത്തിനും ഉണ്ട്. തിരിച്ചറിവ് സർക്കാർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയിൽ നിന്നുണ്ടായ ഒരു തിരിച്ചറിവായിരിക്കുമോ ഇപ്പോൾ ഇതുപോലുള്ള നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ കാരണം? ഇത്രയും നാളായിട്ട് ഈ പൂഴ്ത്തി വെച്ചിരുന്ന റിപ്പോർട്ട് അതിനൊരു ചെറിയൊരു അനക്കമാണെങ്കിൽ പോലും ഇപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാര വിഷയം പോലും വരാൻ കാരണം തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവി ആയിരിക്കുമോ? ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഗിമ്മിക്കിനുള്ള ഒരു അവസരമല്ല. നമ്മള് ചെക്കിനസ് ചാനലിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഇതൊരു സമുദായത്തിന്റെ ജീവന പ്രശ്നമാണ്. അതൊരു സമുദായ വിഷയമല്ല, മറിച്ച് അത് ഭരണഘടനാ വിഷയമാണ്. ആർട്ടിക്കിൾ 30 അനുസരിച്ച് നമുക്ക് അനുശാസിക്കുന്ന ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അത് ന്യൂനപക്ഷ അവകാശങ്ങളിന്മേലുള്ള കൈകടത്തലാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല. ഈ സമുദായത്തിൽ വിഷമിക്കുന്ന ദുരിതമനുഭവിക്കുന്ന സമൂഹത്തെ ലിഫ്റ്റ് ചെയ്യാൻ ഔദ്യോഗികമായ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് 3 വർഷം കഴിഞ്ഞിട്ടും പുറത്തുവിടാൻ പോലും തയ്യാറാകാതിരിക്കുക, ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതിരിക്കുക, അതിനെക്കുറിച്ച് ആ രേഖയൊന്ന് ചോദിച്ചാൽ അത് പുറത്തുവിടാതിരിക്കുക, മന്ത്രിസഭയുടെ പരിഗണനയാണെന്ന് പറഞ്ഞ് പറ്റിക്കുക, അതിനുശേഷം ഇലക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രസ്താവനകളുമായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ? അത് ആരെങ്കിലും അംഗീകരിക്കുമോ? അത്തരത്തിൽ മണ്ടന്മാരാക്കാൻ കഴിയുമോ? കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഈ കമ്മീഷനെ നിയമിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? അന്ന് കണ്ണിൽ പൊടിയാൻ വേണ്ടി ചെയ്തതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം. പക്ഷെ ഈ വരുന്ന ഇലക്ഷനിലും അതേ തന്ത്രം പയറ്റിക്കൊണ്ട് ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു ആവേശത്തോടെ എടുത്തു പറഞ്ഞ് അല്ല ഇത്രയൊക്കെ നടപ്പിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കുന്ന പോഴന്മാരാണോ ഈ സമൂഹം? അല്ലെങ്കിൽ ഈ സമുദായത്തെ അത്രമാത്രം പോഴന്മാരായി കാണുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ ഇത് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉളവാക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ സമൂഹം ഇവിടുന്ന് വേദനിക്കുമ്പോൾ ജനകീയ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ഒരു പരിഗണനയോ ഇതിനകത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഈ ഇലക്ഷൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, ജനാധിപത്യ സംവിധാനങ്ങളിലെ ഭരണക്രമങ്ങൾ മാറി മാറി വരും. പക്ഷെ ഒന്നിന്റെ തുടർച്ചയാണ് മറ്റത്. ഒരു ഭരണക്രമം കഴിഞ്ഞ് അടുത്ത ഭരണ സംവിധാനം വന്നു കഴിയുമ്പോൾ അത് വേറിട്ടൊരു ഭരണമല്ല, ഒന്നിന്റെ തുടർച്ചയായിട്ട് പോകുന്നതാണ്. ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം, ചർച്ച ചെയ്യേണ്ടവരുമായി ചർച്ച ചെയ്യണം, കൺസൾട്ട് ചെയ്യേണ്ടവരെ കൺസൾട്ട് ചെയ്യണം, പുറത്തുവിടേണ്ടത് പുറത്തുവിടണം, നടപ്പാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സംവിധാനങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒന്നും ചെയ്യാതെ
ഉള്ളടക്കം പോലും സമുദായത്തോട് ചർച്ച ചെയ്യാതെ അത് പുറത്തുവിടാതെ സർക്കാർ ഇതെല്ലാം നടപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് ആരെ പറ്റിക്കാനാണ്? ആരെങ്കിലും അതിൽ വീഴുമെന്ന് ചിന്തിച്ചാൽ അത് മൗഢ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് എനിക്ക് പറയാം. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന്. വളരെ നന്ദി.